വിളിച്ചു നോക്ക്. ആ ഇവിടെ ഉണ്ടായിരുന്നാ? എന്താണ് എവിടുന്ന രണ്ടാളും കൂടി? പള്ളിയിൽ പോയിട്ട് വരുവാ. പള്ളിയിലൊക്കെ പോവങ്ങള്? എവിടെ പോവാ, ഞാൻ കെട്ടി വിളിച്ച് കൊണ്ടുപോയതാ. അതെ, ഇവക്ക് കുറെ നാളായിട്ട് പൂതി ഇത്തിരി മട്ടൻ തിന്നണോന്ന്. അപ്പൊ അവിടെ കരീമിക്കാട് അവിടെ ഞാനൊരു 1.5 കിലോ മട്ടൻ വാങ്ങി. പോണ വഴി ഒന്ന് കേറിയിട്ട് പോവാ. ശരി ശരി. ഇക്ക ഉച്ചക്ക് വീട്ടിലേക്ക് വരുവോ? അല്ല, ഞാനിതപ്പൊ ഇന്ന് വാസുട്ടി രാവിലെ ചായ കുടിക്കാൻ വിളിച്ചിട്ട് ഞാൻ പോയില്ല. അപ്പൊ ഉച്ചക്ക് അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞേക്കാ. പിന്നെ കഴിക്കാല്ലോ, ഇവിടെ അടുത്തല്ലേ, നമുക്ക് മട്ടനെ കൂട്ടി ഒരു പിടി പിടിക്കാന്ന്. അല്ല അതല്ലടാ, ഞാൻ ഇന്ന് ചെല്ലാന്ന് പറഞ്ഞു. അത് കാരണമാണ്. അത് കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരു ദിവസം അവിടെ കൂടാ. ഞാനിന്ന് മല്ലിക കണ്ടിട്ട് ഇപ്പൊ വരാം. വേഗം വരണേ. അല്ലടാ, എന്തായി മറ്റേ അന്നത്തെ സ്ഥലത്തിന്റെ കാര്യം? അതൊരു കാര്യം പറയണ്ട, അവനെ വിളിച്ചോ. വാ. അതെ, വാസുട്ടേ. അതെ, വാസുട്ടേ. മല്ലിക പണിത്തിരക്കിലാണോ? ഓ, ഉച്ചത്തേക്കുള്ള റെഡി ആക്കുമായിരുന്നു. അമ്മയോട് പോയിടി. അമ്മേ, ഇവിടെ അടുത്ത് വെല്ലുമ്മയുടെ വീടുണ്ട്, അവിടെ പോയിരിക്കുക. വയ്യാതെ അടക്ക, വയസ്സായി. ഓ, അപ്പൊ ഇന്ന് വരില്ലായിരിക്കും. അല്ല, വൈകിട്ടെത്തും. മക്കളെവിടെ? മക്കളവിടെ പുറത്തേക്കാനും കളിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല വരുന്ന വീട്ടിൽ. അല്ല, എന്താ ഇത് കുറച്ച് മട്ടനാ. മട്ടനോ? എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല, ഞങ്ങള് പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിക്ക് മേടിച്ചതാ. പിന്നെ അപ്പുറത്ത് റസിയ ഇല്ലല്ലോ, അപ്പൊ പിന്നെ ഇക്കേനെ ഉച്ചയ്ക്ക് കഴിക്കാൻ വിളിക്കാന്ന് വിചാരിച്ചു. അയ്യോ, ഇക്കയ്ക്കുള്ള എല്ലാം കൂടി ഞാൻ ഇവിടെ റെഡിയാക്കി. പറഞ്ഞു രാവിലെ എന്തോ കഴിക്കാൻ വിളിച്ചപ്പോ വന്നില്ലെന്നോ, അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇവിടുത്തെ കഴിക്കുന്നേന്നൊക്കെ പറഞ്ഞു. അപ്പേ ഞാന് പോകുമ്പം അവരെ വിളിച്ചോട്ട് പോവാ, അച്ഛനും അമ്മൂനെ. അയ്യോ, അവർക്കുള്ളതും കൂടി ഞാൻ റെഡിയാക്കില്ലോടാ. അതൊക്കെ പോട്ടെ, അവര് രാത്രി കഴിച്ചോളും. വല്ലപ്പോയില്ലേടി മട്ടൻ കഴിക്കണേ? അത് ശരിയാണ്. അച്ഛന് മട്ടന്ന് കേട്ടോണ്ടല്ലോ ഇപ്പൊ തന്നെ നിന്റെ കൂടെ പോരും. അവരെവിടെ കളിക്കാൻ പോയി? ഇവിടെ അവിടെ എങ്ങനെ ഉണ്ട്? പറമ്പിലാണോ? അപ്പൊ അവരെ നോക്കണ്ട, നീ തിരക്കണ്ട, കാണാനില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുമ്പോ കൊണ്ടുപോവേ, എന്നിട്ട് ഒരു വൈകിട്ടാകുമ്പോ കൊണ്ടാക്കാം. ശരി. ഈടോ, സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളാണ് ഭാഗ്യവാന്മാര്. അല്ല, നിങ്ങളുടെയൊക്കെ ഭാര്യമാര് എവിടേക്കെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണില്ലേ, ബന്ധുക്കളുടെ വീട്ടിലേക്കോ അങ്ങനെ എവിടേക്കെങ്കിലും. എന്റെ മല്ലിക കഥ എവിടേക്കും പോവില്ല, എവിടേക്കും പോവാനുമില്ല. അല്ല, സത്യത്തിൽ ഇജ്ജ് പറഞ്ഞു ശരിയാട്ടോ. ഓള് വല്ലപ്പോഴും എങ്ങോട്ടും ഒന്ന് ഇറങ്ങുമ്പോണ്ടല്ലോ ഒക്കെ എന്താ സ്വാതന്ത്ര്യം കിട്ടിയ മാതിരിയാ അല്ലേ? അത് വല്ല വാവിനും സംക്രാന്തിക്കൊക്കെ ഇവര് പുറത്തോട്ട് പോകണോണ്ട് നിങ്ങക്ക് വെറുതെ തോന്നാണ്. എനിക്കാണെങ്കിൽ ജെസ്സി പാർലറിൽ പോകാതെ നിക്കണ ദിവസമാണ് സന്തോഷം. അല്ല, വീട്ടിലുണ്ടാവൂല. അതെ, ഈ മല്ലികയും റസിയൊക്കെ ഒരു 5-10 ദിവസം ഇവിടെ ഇല്ലാതെ നോക്കട്ടെ, അപ്പൊ അറിയാൻ്റെ ഒരു പുളി. അങ്ങനെ 10 ദിവസം പറ്റൂല, അതല്ല വല്ലപ്പോഴും ഒരു ദിവസം ഞാൻ പറഞ്ഞേ. ഇവളിത് എവിടെ പോയി കിടക്കുകയാണ്. എടി ജെസ്സിയേ, എടി ആ മട്ടൻ അതിലിരുന്ന് ചെയ്യും, നീ അതായിട്ട് ഇങ്ങോട്ട് വന്നേ. എന്ത് മട്ടൻ ചങ്ങായി, വല്ലപ്പോഴും ഒരു പരദൂഷണം പറയാൻ കിട്ടുന്ന സമയമാണിത്. അവർക്ക് എന്ത് മട്ടൻ ഒന്നിച്ച് കൂട്ടാൻ കൊള്ളൂല. നീ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് തുടങ്ങും പണി. മട്ടനും പോകും തോട്ടില്. ആ വാവാ. കുറച്ചുകൂടി സമർ ഒഴിക്കട്ടെ. വെച്ചോ. സാമ്പാറോ? എന്താ അങ്ങനെ പറഞ്ഞത്? അത് ഈ ആണുങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവമാണ്. വേറെ ആരുടെയെങ്കിലും ഭാര്യമാരുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നല്ലത് പറയും. ഓളോട് ഇപ്പൊ എനിക്ക് അത് പറഞ്ഞിട്ട് വേണ്ട, ഒന്ന് പോയി കങ്ങായോട്. അതെ ഏട്ടനെ, എന്നെ ആരെങ്കിലും നല്ലത് പറഞ്ഞ പിടിക്കില്ല. സാമ്പാർ ഒഴിക്കട്ടെ. ഞങ്ങളുടെ അവിടെ പണിക്ക് വരാറുണ്ടായിരുന്ന പൗലോസ് വല്ലപ്പനെ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കറികളും ഭയങ്കര ഇഷ്ടമായിരുന്നു. അയാൾക്ക് നീ വല്ലോന്റെ ഭാര്യല്ലേ? ഈ എങ്ങായി വല്ലോന്റെ ഭാര്യ ഈ ആദ്യം പുറത്തുള്ള സാധനങ്ങൾ എടുത്തു കൊടുത്തു, അപ്പൊ നല്ല സാധനം ഉണ്ടാക്കി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. നീ എന്തെടുക്കാണ്? പിള്ളേർ എത്ര നേരം വന്നിരിക്കണം? എത്തി. കൈ കഴുകിയോ എല്ലാരും? ഉറപ്പാന്നോ? ഞാൻ കഴിഞ്ഞു. അതെ, ഒരു പണി, നീ ഇവിടെ ഇരുന്നു, ഞാൻ വിളമ്പി തരാം. ഓ വേണ്ട, നിങ്ങൾ കഴിക്കും, ഞാൻ പിന്നെ കഴിച്ചോളാം. നീ ഇവിടെ ഇരിക്കുന്ന, അപ്പൊ പിള്ളേർക്ക് കഴിക്കാനൊരു ഉത്സാഹം ഉണ്ടാവുമല്ലോ. വേണ്ടെന്ന് മതിയോ? ആദ്യം കഴിച്ചു തീർക്കണവനുണ്ടല്ല ഒരു സമ്മാനമുണ്ട്. അതൊക്കെ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം ആദ്യം തീർക്കണവൻ പറയണതേ തരുള്ളൂ. ഇനി നീ ഇങ്ങനെ ഇരുന്നു. അല്ല വേണ്ട, നീ എന്തൊരു കഷ്ടമാണ്. കഴിക്കേ, വയറ് നിറച്ച് കഴിക്കണോട്ടാ. സാമ്പാർ ഒഴിച്ചോട്ടെ? സാമ്പാർ ഒഴിക്കും. ഏത് മീനച്ചാറ്? അതൊക്കെ തീർന്നു. അവൻ കുഴി ഒഴിച്ചു വെച്ചേക്കുവാ സാമ്പാർ ഒഴിക്കാൻ.
ആ വേറെ കറിയില്ലേ? വേറെ മട്ടനുണ്ടാ മട്ടൻ വരട്ടിയതുണ്ട്. ഇതേ നിന്റെ അമ്മ വെച്ച് തന്നെ പോലെ മറ്റേ മുരിങ്ങയില പറിച്ച് പരിപ്പിട്ട് ചിക്കിയതല്ല, ജെസി ആന്റിയുടെ മട്ടൻ വരട്ടിയതാണ്. നിന്റെ ഉമ്മ ഒരു മട്ടൻ ഉണ്ടാക്കും സൂപ്പറാ. ആ ഒറ്റക്ക് തിന്നാനല്ലേ, നല്ല സൂപ്പറായിരിക്കും. ഞാനും ഉണ്ടാക്കും. അപ്പുറത്തും നല്ല മണമൊക്കെ വരും, നമുക്കിട്ട് തരൂല്ല. അപ്പൊ നീ കൊതിയിടണം. സ്കൂളിൽ പോകാൻ പറ്റില്ല കേട്ടോ. വയറിറച്ചി തിന്നു എങ്ങനെയുണ്ട്? സംഭവം കറികളില്ല. കഴിച്ചോട്ടാ. വേണ്ട, നിങ്ങൾ കഴിച്ചു, ഞാൻ പിന്നെ കഴിച്ചോളാം. ഒരു കസേര ഇട്ട് ഇരിക്കട്ടെ ഇവിടെ. വേണ്ടെന്ന് കഴിച്ചോ. അതെ സൂപ്പർ ആയിട്ടുണ്ട്. ആ നിങ്ങൾ കഴിക്കാതെ എന്റെ ഉമ്മ ഉണ്ടാക്കിനേക്കാട്ടും സൂപ്പർ. ഉമ്മാനെയൊക്കെ കൊണ്ടുപോയി കളയടാ. അതെ ഒരു വീടാണെങ്കിൽ ഇങ്ങനെ നിറച്ച് പിള്ളേരും അച്ഛനും അമ്മയൊക്കെ വേണം. ആരും ഇല്ലാത്തെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കുടുംബത്തിൽ, അല്ലേ? അതിപ്പോഴാണോ തോന്നിയത്? അല്ല നമുക്ക് തോന്നാഞ്ഞിട്ടല്ല, ഇതെപ്പോഴും രാവിലെ നിന്റെ പോകാൻ കണ്ട് ഞാനിരിക്കണം. ഞാൻ തിരിച്ചു.